കുമ്മനാട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ കയ്യേറ്റ സ്ഥലത്തെ ഗേറ്റ് ബിജെപിയുടെ പ്രവർത്തകർ പൊളിച്ചു നീക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ശക്തമായിട്ട് ബിജെപി സമരരംഗത്തുണ്ടാകും. ഈ ഗേറ്റ് പൊളിച്ചു മാറ്റുകയാണ്. ജയ് 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 അന്യനൊരു ദ്രോഹവും ചെയ്യാതെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകളെ അട്ടിമറിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡ് ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് ദോഷകരമായിട്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി അവസാനിപ്പിക്കണമെന്നാണ് ബിജെപി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ശക്തമായ സമരമായിട്ട് ഈ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ചില്ലെങ്കിൽ കോയിപ്പുറം പഞ്ചായത്തിനെതിരെയും ചർച്ച് ഓഫ് ഗോഡിനെതിരെയും ബിജെപി ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ സമയം ബിജെപി നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കുമ്മനാട് ചർച്ച് ഓഫ് ഗോഡിന്റെ സഭ ഹാളാണ് ഈ കാണുന്നത്. അതായത് കുക്കു സാഹിബിന്റെ സമയത്ത് വാങ്ങിയ സഭയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. ഈ മതിലും 40-50ഓളം വർഷം പഴക്കമുണ്ട്. ഇന്ന് രാവിലെ ബിജെപി പ്രവർത്തകർ കടന്നു വന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗേറ്റ് പറിച്ചു കളഞ്ഞു. ചർച്ച് ഗ്രൗണ്ടിലും മതിലിലും ബിജെപിയുടെ കൊടിയും അവർ സ്ഥാപിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇവിടെ കുമ്മനാട് IPC ജനറൽ കൺവെൻഷനിൽ അൽഫോൺസ് കണ്ണന്താനം കടന്നു വന്ന് പറഞ്ഞത് ബിജെപി IPCയോടും പെന്തക്കോസ്ത് സഭയോടും ഒപ്പമാണെന്ന്. ഇപ്പൊ ഇവിടെ ചർച്ച് ഓഫ് ഗോഡ് KP ഉദയഭാനു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഞ്ജു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജിനീഷ് കുമാർ ഇവിടെ വളരെ പെട്ടെന്നുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളും ജില്ലയുടെ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തിച്ചേർന്ന ചുണക്കുട്ടന്മാരായ സഖാക്കളെ പ്രിയപ്പെട്ടു. അത്യന്തം പ്രതിഷേധാർഹമായ അത്യന്തം അപലപനീയമായ ഒരു സംഭവമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ കുമ്മനാട് ആസ്ഥാനത്തിന്റെ മുമ്പിലേക്ക് ബിജെപി നടത്തിയിട്ടുള്ളത്. ആസ്ഥാന മന്ദിരത്തിനകത്ത് കടന്നുകയറി ബിജെപിയുടെയും RSSന്റെയും പ്രവർത്തകന്മാർ കൊടിനാട്ടി സ്ഥാപിച്ചുകൊണ്ട് അവകാശം സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ ഗേറ്റ് പൊളിച്ച് എടുത്തുകൊണ്ട് പോകുന്ന കൃത്യമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കുമ്മനം രാജശേഖരന്റെ വികാസ് യാത്ര ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജില്ലയിൽ വന്നിരുന്നു. വികാസ് യാത്ര കടന്നുപോകുന്ന ജില്ലകളിലെല്ലാം കലാപമുണ്ടാക്കണം എന്ന ആഹ്വാനം ഇവർ നടത്തിയിരുന്നു. ആ വികാസ് യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് കുമ്മനം രാജശേഖരനോടൊപ്പമുണ്ടായിരുന്ന ഈ പ്രദേശത്ത് നിന്നുള്ള ബിജെപിയുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തിന്റെ ഇവിടെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ന് ഈ ഗേറ്റുകൾ എടുത്ത് മാറ്റുകയും ഈ സ്ഥലം ഞങ്ങൾ കയ്യേറിയതായി പ്രഖ്യാപിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1920 മുതൽ കൈവശം വെക്കുകയും വ്യക്തമായ ആധാരത്തോടുകൂടി ചർച്ച് ഓഫ് ഗോഡിന്റെ കൈവശത്തിലിരിക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്ത് ഇത്തരമൊരു ഹീനകൃത്യം നടത്താൻ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണ ബിജെപി പ്രവർത്തകരും RSS പ്രവർത്തകരും മാത്രം ആലോചിച്ചിട്ടുള്ളതാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കാര്യത്തിൽ സമാധാനം പറയണമെന്നാണ് ഞങ്ങൾ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം നേരത്തെ EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ ഈ നിയോജകമണ്ഡലത്തിൽ ആറന്മുള നിയോജകമണ്ഡലത്തിൽ MLA ആയിരുന്ന സന്ദർഭത്തിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ നടത്തുന്ന കൺവെൻഷനുകളാണ് ആക്രമിക്കാൻ RSS തയ്യാറായ സംഭവമുണ്ട്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് EK നായനാർ പ്രിയപ്പെട്ട കടമ്മനിട്ട രാമകൃഷ്ണൻ MLA ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ കൺവെൻഷന് എല്ലാ സംരക്ഷണവും കൊടുക്കാൻ ഈ ജില്ലയിൽ തയ്യാറായി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒത്തുകൂടിയതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാരായ പ്രവർത്തകന്മാർ അന്ന് കൺവെൻഷനുകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈ ജില്ലയിലെ മതനിരപേക്ഷ സമൂഹത്തിന് എല്ലാ വിശ്വാസ സമൂഹത്തിനും ആവശ്യമായ പിന്തുണ കൊടുത്തിട്ടുള്ള മാതൃകയാണ് ഈ ജില്ലയിൽ. അതുപോലെ തന്നെ നേരത്തെ പാരാമൺ കൺവെൻഷൻ അനുകൂലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയപ്പോഴും ഡിവൈഎഫ്ഐയും നിയമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആരാധനായ മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദന്റെ അടക്കം നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായി പറയുകയാണ്, ഇവിടെ ചർച്ച് ഓഫ് ഗോഡിന്റേതാകട്ടെ ഏത് വിശ്വാസ സമൂഹത്തിന്റേതാകട്ടെ അവരുടെ ആരാധനയ്ക്ക് അതുപോലെ തന്നെ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനുൾപ്പെടെ ഈ ജില്ലയിൽ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിക്കും
ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള നിലയിൽ ആരാധന നടത്താനും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനും എല്ലാമുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് തടയാൻ വരുന്നവരാര് തന്നെയായാലും ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാരായ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വത്തോടുകൂടി അതിനെ സംരക്ഷിക്കുമെന്ന്, അത്തരം ആരാധനാലയങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വ്യക്തമായ ഉറപ്പ് ആ വിശ്വാസ സമൂഹത്തിന് ഇവിടെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വേണ്ടി വന്നാൽ ഈ കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിന്റെ ആസ്ഥാനത്തിന് സ്ഥിരമായ സംരക്ഷണം കൊടുക്കാനടക്കം ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം തയ്യാറാകണമെന്നാണ് എനിക്ക് ഡിവൈഎഫ്ഐ നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കൺവെൻഷനുകളുടെയും ക്രൈസ്തവ ജനവിഭാഗങ്ങൾ കൺവെൻഷനുകളും മറ്റ് പെന്തക്കോസ്ത വിശ്വാസ ജനവിഭാഗങ്ങൾ അവിടെ ആരാധനയും എല്ലാം നടത്തുന്ന ഈ പ്രത്യേക സന്ദർഭം RSS നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുകൂലമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിലാകമാനം മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിൽ നടത്താമെന്നാണെങ്കിൽ ആ പിത്തലാട്ടം കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്നുള്ള ആഹ്വാനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ശക്തമായി നമ്മുടെ ജില്ലയുടെ മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ